നമസ്കാരം സുഹൃത്തുക്കളെ, വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന അയർലൻഡിലുള്ള ഒരു സൂപ്പർ പീസ്ഫുൾ ഫാമിലി ഫ്രണ്ട്ലി പ്ലേസിലേക്കാണ്. വെൽ ഹൗസ് ഗാർഡൻസ്, വെക്സ്ഫോർഡ്. നാച്ചുറൽ ഹിസ്റ്ററിയും മൃഗങ്ങളും ഗാർഡൻസും എല്ലാം ഒരുമിച്ചുള്ള ഒരു സൗത്ത് സൈഡിലുള്ളൊരു കൗണ്ടിയിലുള്ളൊരു ഗാർഡനിങ് സെൻറ്ററിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത് 18ാമത്തെ സെഞ്ച്വറിയിൽ ജോർജ് മാൻഷൻ നിർമ്മിച്ചിട്ടുള്ളതാണ്. പുള്ളിക്കാരൻ താമസ സ്ഥലത്തിനായിട്ടാണ് അത് ഉപയോഗിച്ചിരുന്നത് പണ്ട്. ഇതിൽ നടക്കുമ്പോൾ തന്നെ നമുക്ക് അയർലൻഡിൻ്റെ ഒരു നാച്ചുറൽ ഹിസ്റ്ററി, പഴയ ഒരു ഹിസ്റ്ററി ഫീൽ ചെയ്യും. അതുപോലെ വലിയ വിൻഡോസും ക്ലാസിക് സ്റ്റൈലിലുള്ളൊരു നിർമ്മിതിയിലുള്ളൊരു കെട്ടിടമാണ് നമ്മൾ നേരത്തെ കണ്ട. കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയറാണ്. ഫോട്ടോഗ്രാഫി ലവേഴ്സിന് ബെസ്റ്റ് പ്ലേസാണ്. അതുപോലെ വെൽ ഹൗസ് ഏറ്റവും ഫേമസ് ആയതിൻ്റെ ബ്യൂട്ടിഫുൾ ഗാർഡൻസ് ആണ്. അതുപോലെ വിക്ടോറിയൻ സ്റ്റൈലിലുള്ള വുഡ് വാക്സ്, കളർഫുൾ ഫ്ലവേഴ്സ്, സീസണൽ പ്ലാന്റ്സ് ഇതെല്ലാം കൂടെ ചേർത്ത് സ്പ്രിങ്ങിലും സമ്മറിലും വിൻ്ററിലും എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. കുട്ടികൾക്ക് കളിക്കാനും മൃഗങ്ങളെ പെറ്റ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. ഫാമിലി പിക്നിക്കിന് വേണ്ടിയിട്ട് വരാനായിട്ടൊരു നല്ല സ്ഥലമാണ്. ഒരു കാഫേ ഷോപ്പുണ്ട്, ഫ്രീ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും ഫാമിലി, സോളോ, അതുപോലെ കപ്പിളായിട്ടുള്ള യാത്രക്കാർക്കും എല്ലാവർക്കും പറ്റിയ ഒരിടമാണിത്. നാച്ചുറലായിട്ട് ആസ്വദിക്കാൻ പ്രകൃതിയെ. ഡബ്ലിനിൽ നിന്ന് ഡേ ട്രിപ്പായിട്ട് പോയി വരാം. വെക്സ്ഫോർഡ് എന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഫ്രണ്ട്സ്, വെൽസ് ഗാർഡൻസ് നാച്ചുറൽ ഹിസ്റ്ററി ഉള്ളൊരു പ്ലേസ്, എല്ലാം കൂടി ഒരുമിച്ച് അനുഭവിക്കാൻ പറ്റുന്ന, കാടുകളിൽ നടക്കുന്ന പോലെ നമുക്ക് നടക്കാം. അങ്ങനെ പ്രകൃതി ഒരുമിച്ച് അനുഭവിക്കാനായിട്ടുള്ള നല്ല ഒരു സ്ഥലമാണ് വെൽ ഹൗസ്, വെക്സ്ഫോർഡ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. പരമാവധി കുറച്ച് വീഡിയോ ഉൾപ്പെടുത്താനായിട്ട്, നല്ല സ്പോട്ടുകൾ തിരഞ്ഞെടുത്തെടുക്കാനായിട്ടാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. വളരെ നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഈ പ്ലേസ് നിങ്ങൾ പോകാൻ പറ്റുമെങ്കിൽ ഡബ്ലിനുള്ളവർക്ക് പോകാം. അല്ലാത്തൊരു വരുന്നവർക്കും വെക്സ്ഫോർഡ് കൗണ്ടിയിൽ കുറേ കാര്യങ്ങളുണ്ട്. വെക്സ്ഫോർഡ് കൗണ്ടി ബാക്കിയുള്ളത് ഇതിലോട്ട് ചേർത്തൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടെ ചേർത്ത് പോയിട്ട് കണ്ടിട്ട് വരാവുന്നതാണ്. അത് ഏറ്റവും ഫേമസ് ആയത് ഇതിൻ്റെ ബ്യൂട്ടിഫുൾ ഗാർഡനാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ പിന്നെ ഏത് രീതിയിലുള്ളവർക്കും പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഹൗസ് ക്രമീകരിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഹെറിറ്റേജ് കൗണ്ടി ഇതിൽ തന്നെയാണ് ഹെറിറ്റേജ് മാനേജ്മെൻറ്റ് തന്നെയാണ് ഇത് മാനേജ് ചെയ്യുന്നതാണെന്ന് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ മൃഗങ്ങളിൽ ഡിയറുണ്ട്, ജെയിൻസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, അൽക്കാപ്സ് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള മൃഗങ്ങളുള്ളൊരു നല്ല ഒരു പിക്നിക് സ്പോട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. പിന്നെ ഇനിയും നിങ്ങൾക്ക് ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവിടം വരെയും നിങ്ങളെ സന്തോഷം എൻ്റെ വീഡിയോകളൊന്ന് കാണുക. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതുവരെ വാച്ച് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. നന്ദി, നമസ്കാരം. സന്ധിക്കുമ്പോഴേക്കും വണക്കം.